നമ്മുടെ മുൻ മന്ത്രി റിയാസ് കെ മുരളീധരനെ ചൊറിഞ്ഞ് കണക്കിന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. സംഗതി ഒരു മാസമേ ആയിട്ടുള്ളൂ എങ്കിലും യാതൊരു ലജ്ജയും കൂടാതെ കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ പോലും ഒരു മാസമായി സർക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞ് ചാനലുകളിലും തെരുവുകളിലും പറയാൻ ഒരു മടിയും ഈ സഖാക്കൾക്കില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ചിലത് റെഡിയാകും, ചിലത് റെഡിയാകില്ല എന്ന് പറയുന്നത് പോലെ ചിലയിടത്തൊക്കെ നടക്കും ഈ അഭ്യാസങ്ങളൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആന അതുപോലെ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എത്രയോ കാലമായി തുടരുന്ന ഒന്നാണ്. ഒരു പരിഹാരവും ഇല്ലാതിരുന്ന, എന്നാൽ ഈ ഗവൺമെന്റ് വന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും ഒരു കാട്ടാന ഇറങ്ങിയപ്പോഴേക്കും ഉടൻ തന്നെ സർക്കാർ വേണ്ടത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. 30 ദിവസം കൊണ്ട് ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് 10 വർഷം സർക്കാരിനെ നയിച്ച ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടതല്ലേ. എന്തായാലും സമാനമായ ഒരു സ്ഥിതിവിശേഷം അസംബ്ലിയിലും ഉണ്ടായിട്ടുണ്ട്. സംഗതി മുരളീധരന് അല്പം ചാനലുകളിൽ സംസാരിക്കുന്ന രോഗമൊക്കെ ഉണ്ടെങ്കിലും കാര്യക്ഷമതയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന്റെ കാര്യത്തിലും ആർക്കും യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനോട് പകർച്ചവ്യാധിയെക്കുറിച്ചും പനിയെക്കുറിച്ചും ആരോഗ്യവകുപ്പിന്റെ ദിശയെക്കുറിച്ചുമായിരുന്നു റിയാസിന്റെ ചോദ്യം. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ അതിന്റെ ഉത്തരം. സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഉറങ്ങിയില്ല സാർ, ടീച്ചർ ഉറങ്ങിയില്ല. ഈ ഒരു റീല് മലയാളികൾ ആരും മറക്കാനിടയില്ല അല്ലെ. ആദ്യത്തെ 5 വർഷം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റീല്. പിന്നീട് 5 വർഷം ഒരു വീണമീട്ടലായിരുന്നു. അല്ല, ഇനിയിപ്പം നമ്മുടെ മന്ത്രി ഉദ്ദേശിച്ചത് ഏത് വീണയായിരിക്കും? എന്തായാലും ഒരു അന്തപുര സംസാരമൊക്കെ ഉണ്ട്, വീണയുടെ സഹായത്തിലാണ് പലർക്കും സീറ്റ് കിട്ടിയത് എന്ന്. എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നാട്ടിലൊരു പ്രതിസന്ധി വരുമ്പോൾ ഫോട്ടോഷൂട്ടിനും PR വർക്കിനും ഇറങ്ങുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, കൃത്യമായ രാഷ്ട്രീയ പരിചയ സമ്പത്ത് വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. റീൽസ് കണ്ട് ഭരിക്കലല്ല രാഷ്ട്രീയം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്ന ആരോഗ്യ വകുപ്പിനെ കുറിച്ച് എന്തായാലും നാട്ടുകാർക്ക് യാതൊരു എതിരഭിപ്രായവും ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന്റെ തെളിവാണല്ലോ ആരോഗ്യമന്ത്രി തന്നെ ദയനീയമായി തോറ്റു തുന്നം പാടി പോയത്. അതുകൊണ്ട് റീൽസുകളെയൊക്കെ നിർത്തി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. മുരളീധരൻ പറഞ്ഞതുപോലെ വീണമീട്ടലും റീൽസ് കൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരില്ലല്ലോ. ശരിക്കും അദ്ദേഹം പറഞ്ഞ ഈ ഒരു മറുപടി ഉണ്ടല്ലോ, അവരർഹിച്ചതും പലരും പറയാൻ ആഗ്രഹിച്ചതുമാണ്.